ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്ത് കിളിക്കൂട്ടിലെ നമ്മളെ സുനന്ദയുടെയും സുഭാഷേട്ടൻ്റെയും രജിസ്റ്റർ മാരേജ് അമ്പലത്തിൽ വെച്ച് രഹസ്യമായിട്ട് നടത്താമെന്ന് നിധിയും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മളെ സുനന്ദയെ ലളിത പൊക്കിയിട്ടുണ്ട്. അവൾ പോകുന്നത് ലളിത അറിഞ്ഞു. അവർ തമ്മിൽ പരസ്പരം കണ്ടു. എന്തായാലും ഭീഷണി മുഴക്കിയിട്ടുണ്ട് നമ്മളെ ലളിത. നീ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനന്ദയെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. സുനന്ദയോട് ഉപദേശിക്കുന്നുണ്ട്, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മരിക്കും. ഇങ്ങനെ ഒരു ദരിദ്രവാസിയെ നിനക്ക് ചേരില്ല മോളെ. നീ എന്തായാലും അവനെ മറക്കണം, മറന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ജീവിതം ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുനന്ദയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. സുനന്ദ 10 മണിക്ക് അവിടെ അമ്പലത്തിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ നമ്മളെ സുഭാഷേട്ടനും കൂട്ടരും അവിടെ കാത്തിരിക്കുന്നുണ്ട്. സുനന്ദയെ വീണ്ടും വിളിച്ചപ്പോഴും സുനന്ദ വരുമെന്ന വാക്ക് തന്നെയാണ് കൊടുത്തത്. അതിൻ്റെ പേരിലാണ് അവരവിടെ താലിയൊക്കെ പൂജിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും സുനന്ദയുടെ അമ്മ അറിഞ്ഞ സ്ഥിതിക്ക് സുനന്ദയ്ക്ക് ഇനി അവിടുന്ന് രക്ഷ നേടാൻ കഴിയില്ല. എന്തായാലും സുഭാഷേട്ടൻ അവിടെ കാത്തിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ലളിതയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കത്തി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ സുനന്ദയ്ക്ക് അവിടുന്ന് പോകാനുള്ളൊരു മനസ്സില്ല. താൻ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, താൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ സുനന്ദ ഇരുന്ന് കരയുന്നുണ്ട്. എന്തായാലും ഒരേ സമയം വീട്ടുകാരെയും സ്നേഹിച്ച പുരുഷനെയും ഒന്നും ഉപേക്ഷിക്കാൻ കഴിയാതെ സുനന്ദ വല്ലാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ. റിലേറ്റഡ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്തോ നോക്കിയാൽ മതി കേട്ടോ. ബൈ.